നമസ്തേ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പി എസ് സിൻ്റെ കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, വിച്ച് സൈൻ ഇസ് യൂസ് ഫോർ ആബ്സൊല്യൂട്ട് അഡ്രസ്സിങ്? ആൻസർ $. ഈ ആബ്സൊല്യൂട്ട് അഡ്രസ്സിങ് ഉള്ളത് എക്സ് എന്നുള്ള സോഫ്റ്റ്വെയറിൽ പഠിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following keyboard shortcut is used to open the font dialog box in MS Word? Answer Ctrl+D. ഫോൺ ഡയലോഗ് ബോക്സ് എന്ന ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഷോർട്ട് കട്ട് കീയാണ് ഉപയോഗിക്കുന്നത്? Ctrl+D എന്നുള്ള ഓപ്ഷൻ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യും. തേർഡ് വൺ, വിച്ച് ഇസ് ദ ഡീഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ഫോർ നോട്ട്സ് പേജ്, ഔട്ട്ലൈൻസ് ആൻഡ് ഹാൻഡ് ഔട്ട്സ്? ആൻസർ പോർട്രേറ്റ്. സാധാരണ നമ്മളൊരു ഓറിയൻറ്റേഷൻ ചെയ്യുന്നത് പോർട്രേറ്റിലാണ് ഉണ്ടാകുക. പോർട്രേറ്റും ലാൻഡ്സ്കേപ്പാണ് രണ്ട് ഓറിയൻറ്റേഷൻ. Next one, fourth one, what is the default file extension of a Microsoft Word document? Answer .docx. സാധാരണ നമ്മൾ ഫയൽ എക്സ്റ്റൻഷൻ കോഴ്സ് ഉണ്ടാവും. വേർഡിനുണ്ട്, പവർ പോയിൻ്റ് ഉണ്ട്. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻ്റ് ഫയൽ എക്സ്റ്റൻഷൻ കോഡാണ് .docx. Fifth one, which ribbon tab in Microsoft Word contains options related to formatting and editing text? Answer Home. ഏത് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഓപ്ഷനാണ് ഫോമാറ്റിംഗ് ഉള്ളത്? നമ്മളെ ഹോം എന്നുള്ള ടാബിലാണുള്ളത്. മൈക്രോസോഫ്റ്റ് വേർഡിൽ കുറേ ടാബ് ഉണ്ട്. സിക്സ് വൺ, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു അപ്ഡേറ്റ് ഫോർമുല ഇൻ ടേബിൾ? നമ്മൾ സാധാരണ ഫോർമുല ഷോർട്ട് കട്ട് അപ്ഡേറ്റ് ഫോർമുല ഏത് ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്? ഫോർമുല വരാൻ F9. നെക്സ്റ്റ് വൺ, സെവൻത്ത് വൺ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു അലൈൻ ടെക്സ്റ്റ് ടു ദ റൈറ്റ് ഇൻ മൈക്രോസോഫ്റ്റ്? സാധാരണ നമ്മൾ വേർഡിൽ നമ്മൾ അലൈൻ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്മളെ പാരഗ്രാഫ് റൈറ്റിലേക്ക് വരാൻ ഏത് ഷോർട്ട് കട്ട് കീയാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ Ctrl+R. എയ്ത്ത് വൺ, ഇൻ വിച്ച് വ്യൂ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആർ വിസിബിൾ? ആൻസർ പ്രിൻറ്റ് ലേഔട്ട് വ്യൂ. ഏത് വ്യൂവിലാണ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്? പ്രിൻറ്റ് ലേഔട്ട് വ്യൂവിലാണ് ഇത് കാണുക. ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് വെച്ച് നമ്മൾ പേജിൻ്റെ ഹെഡിങ്ങും താഴെ ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ പറ്റും. നയൻത് വൺ, വിച്ച് ഫയൽ ഫോർമാറ്റ് വാസ് യൂസ് ഫോർ വേർഡ് മാക്രോ ഇനാബിൾഡ് ഡോക്യുമെൻറ്റ്സ്? ആൻസർ .docm. ഏത് ഫയൽ ഫോർമാറ്റിലാണ് മാക്രോ ഇനാബിൾഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ? ആൻസർ .docm. Next one, 10th one, which command brings you to the first slide in your presentation? Answer Ctrl+Home. ഇത് പവർ പോയിൻ്റിലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രസൻറ്റേഷനിൽ ഫസ്റ്റ് സ്ലൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറേ സ്ലൈഡ് ഉണ്ടാവുമല്ലോ, വരണമെങ്കിൽ നമ്മൾ ഏതാണെന്ന് ഉപയോഗിക്കണം? Ctrl+Home. നെക്സ്റ്റ് വൺ, 11th one, the first microprocessor developed by Intel was Intel 4004. ആൻസർ Intel 4000. ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് Intel കണ്ടുപിടിച്ച ഫസ്റ്റ് മൈക്രോപ്രോസസ്സറാണ് Intel 4004. നെക്സ്റ്റ് വൺ, 12th one, which is the fastest memory component in a computer? Answer cache memories. ഇത് മെമ്മറിയിൽ വരുന്നതാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി കോമ്പോണൻ്റ് ആണ് കമ്പ്യൂട്ടറിലുള്ളതാണ്. ആൻസർ കാച്ച് മെമ്മറീസ് ആണ്. കമ്പ്യൂട്ടർ മെമ്മറി കുറേ പഠിക്കാനുണ്ട്. 13, which of the following file format does Microsoft Word not support for saving documents? Answer .png. ഏത് ഫയൽ ഫോർമാറ്റാണ് നമ്മുടെ വേർഡ് സപ്പോർട്ട് ചെയ്യാത്തത്, സേവ് ചെയ്യുന്നത്? .png നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. 14th one, ഇൻ്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ? ആൻസർ November 30th. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്. അതാണ് ആൻസർ November 30th. 15th one, what are inserted as cross reference in Word? നമ്മൾ ക്രോസ് റിഫറൻസ് ചെയ്യാൻ ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ വേർഡ് ഫീൽഡ്സ്. നിങ്ങൾക്ക് വേർഡിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അടുത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ, 16th one, വിച്ച് പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് ഫോർ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഓവർ ഇൻ്റർനെറ്റ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സെക്യൂർ എന്നുള്ളൊരു പ്രോട്ടോക്കോളാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഓവർ ഇൻ്റർനെറ്റ് വേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, 17th one, which is the nodal agency for responding to computer security incidents as and when they occur? Answer ICERT. ICERT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ്. അത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും സംഭവിച്ച് നമ്മളിവരെയാണ് അറിയിക്കുന്നത്. 18th one, what does TCP stands for in computer networking? TCP എന്ന് പറഞ്ഞാൽ എന്താണ്? TCP എന്ന് പറഞ്ഞാൽ ആൻസർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഈ നെറ്റ്വർക്ക് എന്നുള്ള കുറേ പഠിക്കാൻ നിങ്ങൾ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. വാട്ട് ഡസ് DMA സ്റ്റാൻഡ്സ് ഫോർ? ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഞാൻ പറഞ്ഞ മെമ്മറി കുറേ പഠിക്കാനുണ്ട്. മെമ്മറിൻ്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, 20th one,
മെമ്മറി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ USB സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇത് മുന്നേ ഉള്ള ഏതൊരു ടൈപ്പിസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റനുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് മീ, സബ്സ്ക്രൈബ് മീ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.